الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികൾ, വിലക്കുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സച്ചരിതരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിൻ്റെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളോ ആയി റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. അള്ളാഹു ഈ റമദാനിനെ പരിപൂർണമായി അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രൂപത്തിൽ മഖ്ബൂലും മബ്റൂറുമായ അർത്ഥത്തിൽ റമദാനിനെ ചിലവഴിക്കുവാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്രതമനുഷ്ഠിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഈമാനികമായി വളരെയധികം ലദ്ദത്തുണ്ടാക്കുന്ന, ആസ്വാദനമുണ്ടാക്കുന്ന, ആനന്ദമുളവാക്കുന്ന, സന്തോഷം നൽകുന്ന സമയങ്ങളാണ് പരിശുദ്ധ റമദാൻ അവന് സമ്മാനിക്കുന്നത്. എന്തുകൊണ്ടും ആത്മീയമായ തലത്തിൽ അവനെ ഒരു വിശ്വാസിയെ സന്തോഷിപ്പിക്കുന്ന മാസമാണ് റമദാൻ മാസം. അതങ്ങനെ കാണുന്ന വ്യക്തികൾക്ക് മാത്രം, അല്ലാത്തവർക്ക്
11 മാസം എങ്ങനെയാണോ അവർ കഴിച്ചു കൂട്ടിയത് അതേപോലെയുള്ള ഒരു മാസമായി പരിശുദ്ധ റമദാൻ കടന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രാവ് പകൽ അവൻ ചില കാട്ടിക്കൂട്ടലുകളും പട്ടിണികളും ചില ഉറക്കൊഴിക്കലുകളും മാത്രമായി ചില ആളുകൾക്ക് റമദാൻ കടന്നു പോകുമ്പോൾ ചില ആളുകൾക്ക് അത് ഈമാനികമായ ആസ്വാദനങ്ങളുടെ നിമിഷങ്ങളായി അവർക്ക് അനുഭവപ്പെടും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, റമദാൻ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ അവന് സ്വർഗം ഒരുക്കി കൊടുക്കുന്ന, അതിലേക്കുള്ള വിഭവങ്ങൾ അവന് തയ്യാറാക്കി നൽകുന്ന മാസമാണ് റമദാൻ മാസം എന്നറിയുമ്പോൾ അവൻ സന്തോഷിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 183-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് ഇതാണ്: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി മുൻ സമുദായങ്ങൾക്ക് നോമ്പ് നാം നിർബന്ധമാക്കിയതുപോലെ വിശ്വാസികളെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തിന്മകളുടെ പ്രതിരോധം തീർക്കുവാനും നന്മകളുടെ മുന്നേറ്റം സാധ്യമാക്കുവാനും അവനെ പ്രാപ്തമാക്കുന്ന മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കറിയാം: ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ സുഫിദത്തിശ് ശയാത്തീൻ വമറദത്തിൽ ജിൻ വഗുല്ലിഖത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തിന്മയിലേക്ക് ഒരു മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന, പ്രേരണ നൽകുന്ന എല്ലാവിധ കാരണങ്ങളെയും അല്ലാഹു അടക്കം ചെയ്യുന്ന, കൊട്ടിയടക്കുന്ന, പിശാചുക്കളെ ബന്ധിപ്പിക്കുന്ന മാസമാണ് റമദാൻ മാസം. അതുമാത്രമല്ല, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമാണ്. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു നിൽക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയശ് ശർ അഖ്സിർ. നന്മകളിലേക്ക് മുന്നിട്ട് വരുന്നവരെ നിങ്ങൾ ധൃതി കാണിക്കുക, തിന്മകളിലേക്ക് പ്രേരണ നൽകുന്ന മനസ്സേ നീ അത് കുറയ്ക്കുക. ഇത് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ഈമാനികമായ സന്തോഷം നൽകുന്നത് തന്നെയാണ്. രണ്ടാമത്തെ സന്തോഷം എന്ന് ചോദിച്ചാൽ, നോമ്പുകാരന്റെ സന്തോഷത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹ്, ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു പറയുകയാണ്: കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം. എല്ലാ കർമ്മങ്ങളും, മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങളും അവർക്കുള്ളതാണ്, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം നൽകുന്നത് നാമാണ്. അസ്സിയാമു ജുന്ന. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയാണ്, എല്ലാവിധ തിന്മകളിൽ നിന്നും അവനെ തടുക്കുന്ന പരിചയാണ് അസ്സിയാം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി സായിമുൻ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖലൂഫു ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്ക്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ലിസ്സായിമി ഫർഹത്താൻ ലിസ്സായിമി ഫർഹത്താൻ യഫ്റഹുമാ. നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്, ആ രണ്ട് കാര്യങ്ങളും അവനെ സന്തോഷിപ്പിക്കും. അതിൽ ഒന്ന് ഇദാ അഫ്തറ ഫരിഹ്, ഇദാ അഫ്തറ ഫരിഹ് വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. സുബ്ഹാനല്ലാഹ്. ഒരു നോമ്പുകാരന്റെ രണ്ട് സന്തോഷത്തെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്: നോമ്പുകാരന്റെ രണ്ട് സന്തോഷം, ഒന്ന് നോമ്പ് മുറിക്കുമ്പോഴുള്ള അവന്റെ സന്തോഷം, രണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള അവന്റെ സന്തോഷം. എന്താണ് നോമ്പ് മുറിക്കുമ്പോഴുള്ള അവന്റെ സന്തോഷം? വെള്ളം കുടിച്ചതിന്റെ സന്തോഷമാണ്,
വിശപ്പ് മാറിയതിൻ്റെ സന്തോഷമാണോ? ദാഹം ശമിച്ചതിൻ്റെ സന്തോഷമാണോ? അതിനേക്കാൾ അപ്പുറം ഒരു സന്തോഷം. എന്താണ് ആ സന്തോഷം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ അഫ്കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഫ്തറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ പറയും, ദഹബൽ ലമഉ വബ്തലത്തിൽ അറൂഖ് വതബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അതാണ് സന്തോഷം. എന്ത്? നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ദുആ, ദഹബൽ ലമഉ, ദാഹമെല്ലാം ശമിച്ചിരിക്കുന്നു, വബ്തലത്തിൽ അറൂഖ്, ഞരമ്പുകളെല്ലാം സജീവമായി, വതബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, ഒരു നോമ്പ് നോറ്റ് കഴിയുമ്പോൾ സ്വർഗത്തിലേക്കുള്ള എൻ്റെ റയ്യാനിന്റെ ലക്ഷ്യം അതൊരു ദിവസം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. വതബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, എൻ്റെ പ്രതിഫലം അല്ലാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഒരു നോമ്പ് നോറ്റ് കഴിഞ്ഞ് മുറിക്കുമ്പോൾ അൽഹംദുലില്ലാ, ഒരു നോമ്പ് അത് ഞാൻ കംപ്ലീറ്റ് ആയി. വതബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അതാണ് ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം, വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, നാളെ തന്റെ രക്ഷിതാവിനെ അവൻ കണ്ടുമുട്ടുമ്പോൾ നോമ്പ് കൊണ്ടവൻ സന്തോഷിക്കും. എന്താണ് അത്? നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നോമ്പ് കൊണ്ടുള്ള സന്തോഷം എന്താണ്? സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടമുണ്ട്. റയ്യാൻ എന്ന കവാടമുണ്ട്. ആ കവാടത്തിങ്കലേക്ക് മലക്കുകൾ അവരെ അവിടേക്ക് വിളിക്കും. ഐനസ്സായിമൂൻ, ഐനസ്സായിമൂൻ ഫയഖൂമൂൻ. എന്തൊരു സന്തോഷം! നോമ്പുകാർക്ക് എന്തൊരു സന്തോഷമാണ്, ഫറഹാണ്. നോമ്പുകാരെവിടെ എന്ന് ചോദിക്കുമ്പോൾ പ്രതിഫലം ഉറപ്പിച്ച, അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച, അള്ളാഹു അവരുടെ ഏതൊരുവരുടെ സൗമിനെ, നോമ്പിനെ സ്വീകരിച്ചുവോ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കും. ഫയഖൂമൂൻ, അവർ അവിടേക്ക് എഴുന്നേറ്റ് നിൽക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാത്ത ഒരാളും ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നുപോകില്ല. ഒന്ന് മനസ്സിലൊന്ന് കണ്ടു നോക്കിയേ. പരലോകത്തിൽ എൻ്റെ നോമ്പ് കൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ. ഒരു നോമ്പുകാരൻ്റെ സന്തോഷമാണത്. നോമ്പ് നൽകുന്ന സന്തോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ 11 മാസവും നമ്മൾ കഴിച്ചുകൂട്ടിയതിൻ്റെ അപ്പുറം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് എന്നത് ഏഡ് ചെയ്യുന്നതൊഴിച്ചാൽ, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നു എന്നതൊഴിച്ചാൽ ബാക്കി ഒരു വികാരവും വിശ്വാസപരമായി വരാത്ത നോമ്പുകൾ, നിർജീവമായ നോമ്പുകൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നിർജീവമായ നോമ്പുകളല്ല, ഈമാനികമായി സജീവമായ നോമ്പുകളാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ما بعد. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധികൾ, വിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്ക് ഇനിയുള്ള വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാന് കൊണ്ട് ഏറ്റവും കൂടുതൽ ആനന്ദം നുകരേണ്ടുന്ന സമയങ്ങളാണ് എന്നതാണ് പറഞ്ഞു വന്നത്. എല്ലാവരും പോലെ ആവരുത് നമ്മൾ. ഈ വർഷത്തെ എൻ്റെ റമളാൻ അത് ഞാൻ പൊളിച്ചടക്കും. സ്വർഗമാണ് എൻ്റെ ലക്ഷ്യം, റയ്യാനാണ് എൻ്റെ ലക്ഷ്യം
ഈമാനികമായ വിജയമാണ് എൻ്റെ ലക്ഷ്യം. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധ്യമാണ് എന്ന് കർമ്മപരമായി വിശ്വാസപരമായി ഞാൻ തെളിയിക്കുന്ന മാസമായിരിക്കും, ദിവസങ്ങളായിരിക്കും ഇനിയുള്ള എൻ്റെ ദിവസങ്ങളെന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യാം. ഇനിയുമുണ്ട് നമുക്ക് സന്തോഷങ്ങൾ. റമളാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം. അപ്പോൾ റമളാൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ റമളാനാണ്. റമളാനിൽ ഖുർആനുമായി അഭേദ്യമായ ബന്ധങ്ങൾ സ്ഥാപിക്കാത്ത ഒരാളുടെ നോമ്പ് അത് സന്തോഷകരമാവില്ല. ഖുർആനുമായി നമ്മൾ എത്ര അടുക്കുന്നുവോ അത്രയും സ്ട്രോങ് ആയിരിക്കും നമ്മുടെ നോമ്പ്. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. റമളാൻ മാസത്തിൽ ഖുർആനുമായി ഏറ്റവും കൂടുതൽ ഇടപെട്ട മാസമാണ് റമളാൻ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും അല്ലാഹു നൽകിയതിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കൽ പോലും നഷ്ടം വരാത്ത കച്ചവടമാണ് അവർ നടത്തുന്നത്. നമുക്കറിയുമോ, നാളെ എത്തുമ്പോൾ എല്ലാ ആളുകളും ബേജാറായി നിൽക്കുമ്പോൾ, സങ്കടത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് സഹായിയായി വരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് നമുക്ക് സഹായിയായി വരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും നാളെ ഖിയാമത്ത് നാളിൽ അടിമകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ പറയും. യഖൂലു സിയാം, നോമ്പ് അല്ലാഹുവിനോട് പറയും, ഐ റബ്ബി ഇന്നി മനഅതുഹു അത്ത്വാമ വശഹവാതി ബിന്നഹാരി ഫശഫിഅനി ഫീഹി. വയഖൂൽ ഖുർആൻ മനഅതുഹു അന്നൗമ ബില്ലൈലി ഫശഫിഅനി ഫീഹി ഫയശ്ഫഅൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നോമ്പ് അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ എനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് അടിമ പകൽ മുഴുവൻ അവൻ്റെ ഇച്ഛകളെയും ഭക്ഷണപാനീയങ്ങളെയും ഒഴിവാക്കിയത്, എനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ റബ്ബേ. ഖുർആൻ ഒന്ന് പറയും, അല്ലാഹുവേ എനിക്ക് വേണ്ടിയിട്ടാണ് രാത്രി നേരം ഉറക്കൊഴിച്ചുകൊണ്ട് എന്നെ പാരായണം ചെയ്തത്, അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശയെ നീ സ്വീകരിക്കണേ. രണ്ടുപേരുടെയും ശുപാർശ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറയും. സഹോദരന്മാരെ, അങ്ങനെ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടാവില്ല. എവിടെ ഉണ്ടാവും? അതിൽ ഞാനുണ്ടാവുമോ? നിങ്ങളുണ്ടാവുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ചോദ്യം അതാണ്. ഞാൻ ഉണ്ടാകണം, നിങ്ങളുണ്ടാകണം, ഓരോരുത്തരും ഉണ്ടാകണം. അതിനുവേണ്ടി പരിശുദ്ധ റമളാനിൽ ഏറ്റവും ചുരുക്കം 30 ജുസ് എങ്കിലും ഓതി തീർക്കാത്ത ഒരാളുണ്ടാവരുത്. അതിനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയോ താഴെയാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സജീവമായിരിക്കണം. അമലുസ്വാലിഹാത്തുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം നമ്മുടെ പരിശുദ്ധ റമളാൻ. തിന്മകളിൽ നിന്ന് മാറി നിന്ന് വേണ്ടാവൃത്തികളിൽ നിന്നും അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്നും സംഗീതങ്ങളിൽ നിന്നും സമയം പാഴാക്കുന്നതിൽ നിന്നും ഒക്കെ മാറി നിന്ന് പരലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നല്ല സമയങ്ങളാകണം നമ്മുടെ പരിശുദ്ധ റമളാൻ. അള്ളാഹു അങ്ങനെ തന്നെ നമ്മുടെ ഈ സമയങ്ങളെ വിനിയോഗിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ അള്ളാഹു നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ.
രോഗികളായ ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ രോഗത്തിനും നീ ശമനം നൽകണമേ തമ്പുരാനെ. യാതൊരുവിധ രോഗങ്ങളും ബാക്കിയാക്കാത്ത രൂപത്തിൽ പരിപൂർണമായ ശമനം നാഥാ നീ ഞങ്ങൾക്കും അവർക്കും നൽകണേ തമ്പുരാനെ. മരിച്ചുപോയ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹുവേ, അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. وصلى الله تعالى وسلم على خليله محمد وآله وصحابته أجمعين والحمد لله رب العالمين. أقم الصلاة.